നെടിലുകൾ അറക്കുക, ഒട്ടകത്തെ അറക്കുക, അത് തിന്ന് സംഭവം പറഞ്ഞു. മഹാനായ മാപ്പിളക്കിൽ ഈ മോയിൻകുട്ടി വൈദ്യര് അൽഹംദുലില്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. നല്ലൊരു വലിയും കൂടെയാണ്. ബദർ ഒരുപാട് ആൾക്കാർ രചിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ ബദറാണ് നമ്മൾ പാടി പറയുന്നത്. പ്രശസ്തമായ ബദർ പാട്ട് അതാണ്. മോയിൻകുട്ടി വൈദ്യർ വഫാത്തായത് 40ാമത്തെ വയസ്സിലാണ്. തന്റെ 17-18ാമത്തെ വയസ്സിലൊക്കെ ബദർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ കാര്യശക്തി ഒന്ന് ആലോചിച്ച് നോക്കാൻ. മാത്രമല്ല അദ്ദേഹം നല്ലൊരു വൈദ്യനും കൂടെയാണ്, വലിയും കൂടെയാണ്. അപ്പൊ മോയിൻകുട്ടി വൈദ്യർ ഓരോ ലിസ്റ്റിലും ഓരോ കടലാസിലെ പാട്ട് എഴുതിക്കൊണ്ടെങ്കിൽ ഒറ്റ അവസാനം കൂർവ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകളുടെ കയ്യിൽ ഈ പാട്ട് കിട്ടിയാണ്. പാട്ട് കേട്ട് ചെറിയ മകളാണ്. വാപ്പാന്റെ കൈവ് മകളുടെ കൈവൊക്കെ ആലോചിച്ച വാപ്പാന്റെ മോളിൽ കാത്ത് ഇങ്ങനെ കിട്ടിയപ്പോ വാപ്പ എഴുതിയ പാട്ട് മോളിങ്ങനെ പാടെ ഇരുന്ന് നെടിൽകളെ അറുക്കുകയും അത് ഭുജിക്കുകയും. എന്റെ ബാപ്പച്ചിന്റെ ഏറ്റ എന്റെ ബാപ്പച്ചിന്റെ ഏറ്റ കാണിച്ചു കൈ നെയ്റ്റും കഴിഞ്ഞ് പിടിച്ച് അടങ്ങരി. ബാപ്പച്ചി വന്നപ്പോ ചോദിച്ചു, ബാപ്പച്ചി ബദറിലേക്ക് ഖുറൈശികൾ പോയപ്പോ ഒട്ടകത്തിനെ അറുത്തിട്ട് ഭുജിക്കുക, അറുക്കുകയും അത് ഭുജിക്കുക, അറുത്തു തന്നു എന്നല്ലേ വാപ്പ എഴുതിക്കണ്. അപ്പൊ